Friends, welcome to the channel. Good afternoon, channel. My name is Ajay. We will LED light. We will YouTube videos. We will studio light. We will studio light. Beginners. We will 40 watt LED bulb. Actually, Wipro Garnet 40 watt bulb. അപ്പോൾ നമുക്ക് എങ്ങനെ ഞാനിപ്പോൾ അത്യാവശ്യം ട്യൂബ് ലൈറ്റിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നോർമലി പിന്നെ ഈ സൈഡിലായിട്ട് ഇത് ഈ ഒരു ബൾബും ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ ഇൻവെർട്ടർ ബൾബാണ്, പോളിക്യാബിൻ്റെ. ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നല്ല ബൾബാട്ടാ. ഒരു 5 മണിക്കൂറൊക്കെ നമുക്ക് കറണ്ട് പോയാലും കിട്ടും. അതുപോലെ ഇതാണ് ഈ സൈഡിലിട്ടുണ്ടാകുന്നത്. രണ്ട് സൈഡിൽ നിന്നാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഇതിൻ്റെ പവർ കുറച്ച് കുറവാണ്, അത് 9 വാട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈറ്റ് അത്യാവശ്യം കൂടെ എത്തുന്നില്ല. അതുകൊണ്ടിപ്പോൾ അത് മാറ്റിയിട്ട് ഇതിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ചെയ്യണം. നല്ല കാര്യമുള്ളൂ, ഓപ്പോസിറ്റ് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും ഷാഡോ വരും. അപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോ ശരിയാവില്ല. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് ഒന്ന് കാണണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ കാണിക്കാനുള്ള അത്യാവശ്യം അക്സസറീസ് ഒന്നും ഇല്ല, ആകെ ബൾബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബോക്സ് ആദ്യം കാണിക്കാം. ഇതാ വിപ്രോൻ്റെ ഗാർനെറ്റിൻ്റെ ബൾബ് എഴുതിയിട്ടുണ്ട്, 40 വാട്ടിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ലൂമൻ 4000 ലൂമനാണ് വരുന്നത്. അതുപോലെ കൂൾ ഡേ നൈറ്റാണ് വരുന്നത്. വൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് B22 എന്ന് പറഞ്ഞ മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP കൊടുത്തേക്കുന്നത് 1050 പക്ഷേ 550 രൂപയ്ക്കുള്ളൂ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ വിപ്രോൻ്റെ പ്രൈസസ് 1 ഇയർ വാറണ്ടിക്കുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. വിപ്രോൻ്റെ ബൾബ് നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ആണല്ലോ. പിന്നെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല, അല്ലാതെ തന്നെയാണ്. മുകളിലായിട്ടും താഴെയായിട്ടും വേറെ ഒന്നുമില്ല. മുകളിലായിട്ട് അതിൻ്റെ ഒരു മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP തന്നെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് ഇതൊന്ന് തുറക്കാം. തുറക്കുമ്പോൾ വേറെ ഒന്നുമില്ല, ഒരു കാർഡ്ബോർഡ് മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൾബ് അത്യാവശ്യം വലുതാണ് കേട്ടോ. പക്ഷേ വെയിറ്റ് കുറവാണ്, തീരെ വെയിറ്റ് ഇല്ല. LED ആയതുകൊണ്ടായിരിക്കണം വെയിറ്റ് ഇല്ല. പക്ഷേ താഴത്തെ ഈ ഭാഗം മെറ്റലാണ്, അതെനിക്ക് തൊട്ടപ്പോൾ എൻ്റെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഒരു മറ്റേ നോർമൽ ബൾബിനായിട്ടൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സൈസും ഉണ്ടല്ലോ. ബിൽഡ് ക്വാളിറ്റി നല്ല തന്നെയാണ്. പക്ഷേ മെറ്റലാണ്, താഴെ ഈ ഭാഗം ഫുൾ മെറ്റലാണ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഹീറ്റ് പോകാനുള്ള എന്തോ സംഭവം ഒന്നുണ്ട്. പക്ഷേ ഗ്യാപ്പുകളും ഹോളുകളൊന്നുമില്ല. ഇതിൽ കൂടെ ഹീറ്റ് പോകാനുള്ള എന്തോ സംഭവം ഒന്നുണ്ട്. നമ്മുടെ ഒരു ഈ ഡിസൈൻ വരുന്നത്, ഞാൻ പറഞ്ഞ ഡിസൈനിനെ കുറിച്ചാണ്. കണ്ടോ, ഹീറ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള എന്തോ ഒരു ഡിസൈൻ തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചെറിയ ഓട്ടെങ്കിലും വേണ്ട. ഇതിപ്പോൾ ഒരു ഹോളൊന്നുമില്ല. അപ്പോൾ ഇത് ഹീറ്റ് പോകാനുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഇതിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബോക്സ് കാലിയാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഇട്ട് നോക്കിയാൽ നിങ്ങളൊന്ന് വീഡിയോ കാണാം കേട്ടോ. നമ്മുടെ നോർമൽ LED ബൾബ്, നമ്മുടെ ഒരു 9 വാട്ട് 10 വാട്ടിൻ്റെ ബൾബാണിത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ട്യൂബാണ്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ട്യൂബ് ഇടാം. അല്ല, ട്യൂബ് ഓഫ് ചെയ്തിട്ട് ഇതെടുത്തിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ 40 വാട്ടിൻ്റെ ലൈറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതാണ് നമ്മുടെ ലൈറ്റ്. 9 വാട്ടിൻ്റെ ലൈറ്റിൻ്റെ പവറാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് 40 വാട്ടിൻ്റെ മാറ്റിയിടാം. ഇപ്പോൾ 40 വാട്ടിൻ്റെ ബൾബ് ഇട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ നമ്മൾ ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മറ്റിടാൻ പോകണം. ഇതാ നിങ്ങൾക്ക് ലൈറ്റ് റെസ്പോൺസ് ഒന്ന് കാണാം. ഭയങ്കര പവറാട്ടോ. ട്യൂബിനാട്ടൊക്കെ ഡബിൾ പവർ. ഇത് കണ്ടു, ലൈറ്റ് റെസ്പോൺസിൻ്റെ ഡിഫറൻസ് കണ്ടു. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ട്യൂബ് ഇത് മാറ്റി ട്യൂബ് ഇടാം. കളർ ഡിഫറൻസ് വരണുണ്ടോ? അത്രയ്ക്ക് പവറുണ്ട് സാധനത്തിന്. ഇത് നമ്മുടെ ബൾബാണ്, ഒറ്റ ബൾബാണ് ഈ കാണുന്നത്. നല്ല ഒരു വെളിച്ചം ആവശ്യമുള്ളവർക്ക് നോക്കാട്ടോ. ഇത് 40 വാട്ടിന് 50 വാട്ടിലേക്ക് ഉണ്ട്. ഭയങ്കര റെസ്പോൺസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് നമ്മുടെ റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ശരിക്കും ഒരു ലൈറ്റ് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടതും ഇപ്പോൾ കാണുന്നത് നല്ലൊരു ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ ഒരു ശരിക്കും അത്യാവശ്യം നമുക്കൊരു 500 രൂപയ്ക്ക് 500-600 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഈ ബൾബ് കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനും നല്ലൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ. ഈ നമ്മുടെ ബൾബിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. 50 വാട്ടിൻ്റെ ഉണ്ട്, 40 വാട്ടിൻ്റെ ഉണ്ട്, 30 വാട്ടിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ റൂമിൻ്റെ ആ ബൾബിൻ്റെയും ലെങ്ത്ത് നമ്മുടെ എത്ര ദൂരത്തിൽ നിൽക്കണമെന്ന് നോക്കിയിട്ടുള്ള തിരഞ്ഞെടുത്താൽ മതി. 50 വാട്ടിന് എനിക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അത്ര ദൂരമാണെങ്കിൽ 50 വാട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ജസ്റ്റ് മോഡലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 40 വാട്ടിൻ്റെ എടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് എനിക്ക് കാണാനുണ്ട്. 500 രൂപയ്ക്ക് ഞാൻ അത്യാവശ്യം ആദ്യം തന്നെ വിചാരിച്ചു അത്യാവശ്യം റേറ്റ് കൂടിയ ഒരു ലൈറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് സ്റ്റുഡിയോ ലൈറ്റ് എടുക്കണമെങ്കിൽ തന്നെ 2 സൈഡിലും വെക്കണം. അപ്പോൾ ഒരു 10,000-9,000 രൂപ അങ്ങനെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ
അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സെറ്റപ്പ് എടുത്തത്. അപ്പോൾ ഇത് അത്യാവശ്യം വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നമുക്കിത് വർക്കൗട്ട് ആയെങ്കിൽ തന്നെ നമ്മൾ നോർമൽ ബൾബായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അത് അത്യാവശ്യം വർക്കൗട്ട് ആവുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഇരിക്കണം എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബൾബിന് നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.